അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാൻ ആക്രമിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനയെ വധിച്ചതിൽ നരേന്ദ്രമോദി സർക്കാർ പുലർത്തുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മൗനം നിഷ്പക്ഷതയല്ല, ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് സോണിയാഗാന്ധി തുറന്നടിക്കുന്നു. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നയാളെ കൊലപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഗുരുതരമായ വിള്ളലുണ്ടാക്കുന്നതാണ്. ലോകം മുഴുവൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ തണുപ്പൻ പ്രതികരണമാണ് സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു രാഷ്ട്രത്തലവൻ ഇത്തരത്തിൽ കൊല്ലപ്പെടുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകൾക്ക് വിരുദ്ധമാണെന്നും സോണിയാഗാന്ധി പറയുന്നു. വിഷയത്തിൽ നിശബ്ദരാകുന്നതിലൂടെ ഇന്ത്യ കാലാകാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന വിദേശ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോവുകയാണോ എന്ന ചോദ്യമാണ് സോണിയാഗാന്ധി ഉയർത്തുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കേവലം സാമ്പത്തികം മാത്രമല്ല, മറിച്ച് സാംസ്കാരികവും ചരിത്രപരവുമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉൾപ്പെടെ ഇന്ത്യ ഇറാനുമായി പുലർത്തിയ ആഴത്തിലുള്ള ബന്ധത്തെ സോണിയാഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗ്ലോബൽ സൗത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമെന്ന് ഇന്ത്യ സ്വയം വിശേഷിപ്പിക്കുമ്പോൾ ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. ഖമേനിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് കശ്മീരിലെ ശ്രീനഗറിൽ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. രാജ്യത്തിനകത്ത് ഇത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇപ്പോൾ കാണുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയുടെ മൗനം തന്ത്രപരമായ നീക്കമാണോ അതോ അമേരിക്കയോടുള്ള വിധേയത്വമാണോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. കോൺഗ്രസ് ഉയർത്തുന്ന ഈ ആരോപണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്തു മറുപടി നൽകുമെന്ന് കാത്തിരുന്നു കാണണം.